അന്ന് ഞാൻ 3 ബായക്കന്ന് കൊണ്ടുവന്നിന്. അത് ഇന്ന് നടാറിഞ്ഞിട്ടില്ല. അത് എപ്പോഴും വൈകിട്ട് മഴയെല്ലാം പെയ്യുന്നതായിട്ട് നടുകനെ കഴിയുന്നില്ല. ഇപ്പൊ വാഴക്കന്ന് കുറച്ച് വലിയതായി. ഇതന്നെ ഇത് ഞാൻ ദൂരത്തുനിന്ന് ബസ്സിൽ കൊണ്ടുവരുന്ന ചെറിയ കന്ന് മേടിച്ചത്. ഇപ്പൊ കന്ന് കുറച്ച് വലുതായി. ഇനിയിപ്പോ ഇന്ന് നടാറിഞ്ഞിട്ടില്ലത്. ബാക്കി രണ്ടും ഞാൻ പൊരിക്കട്ടെ. ഒന്ന് വെച്ചിട്ടായി. ഇത് കുറച്ച് ചെറിയത്. ഞാൻ പോയിട്ട് വരുമ്പോഴേക്ക് മോൻ കുണ്ടെല്ലാം കുച്ചിരി വെച്ചിന്. അങ്ങനെ വേഗം നടുവിന് എളുപ്പമായല്ലോ. ഇനി ഞാൻ നടുവും പോകുമ്പോ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ഈ നേന്ത്രം കൈയിലെ കന്ന് ഞാൻ നടുന്നു. കുണ്ട് കുച്ചിയിലും പെണ്ണൂറെല്ലാം കൊണ്ടിട്ടിന്. അങ്ങനെ വേഗം നടാറിഞ്ഞിട്ടില്ലതിപ്പോ. ഇതൊരു നേരെ നോക്കിയാ 10 മാസം കഴിയുമ്പോ കൊലക്കും. ഇതിപ്പോ നട്ടാലും അധികം വെള്ളമൊന്നും പോരണ്ട. കുറച്ച് വലുതാകുമ്പോ പിന്നെ വെള്ളം പോർന്നാ മതി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തോലെല്ലാം വെക്കുന്നു. ഇന്ന് നാട്ടിട്ട് പോന്നതേ ഇല്ലു. ഇനിയിപ്പോ രണ്ടാമത്തെ നടുന്നു. രണ്ടാമത്തെ കുറച്ച് വലിയ കന്ന്. എല്ലാം ഒന്നിച്ചേ കൊലക്കും. ഇനിയിപ്പോ ഇത് നല്ല കന്ന് കറിച്ചിട്ട് മേടിച്ചിട്ട് കൊണ്ടു നടുന്നു. ഇനി കൊല കൊത്തുമ്പോ അറിയും. ദൂരത്തുനിന്ന് മേടിച്ചത്. ഇവിടെ നാട്ടിലെവിടെയും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ നട്ടിട്ടായി. ഇനി 3ാമത്തെ നടുന്നു. ഇതിലെല്ലാം വേറെ ബായ ഉണ്ടായിന്. അതിനെല്ലാം പൊച്ചാടിയിട്ട് നേന്ത്രം ബായ നടുന്നു. ഇപ്പൊ ഇത് ചെതിക്ക് തന്നെ നട്ടെങ്കിൽ മൂക്കുമ്പോ കൊത്തിരി വെക്കുകയും ചെയ്യാ. പീടിയേക്കും വേണ്ട, പീടിയൊന്നും മേണിക്കുകയും വേണ്ട. ഇത് ഇക്ക മുടിഞ്ഞു പോന്നു ഇടക്കിടക്ക്. പിന്നെ ആദ്യം കന്ന് കൊണ്ടുവന്നിട്ട് ആദ്യം നട്ടിട്ട് ഇപ്പൊ ആദ്യം ആക്കുന്നത്. ഇനി കുറച്ച് 10 ദിവസം കഴിയുമ്പോ കുറച്ച് വെണ്ണൂറ് ഇടണം. പിന്നെ കുറച്ച് മണ്ണിടണം. അങ്ങനെ നല്ല പാങ്ങിൽ നോക്കിയെങ്കിൽ വേഗം ആവും. ഇത് മഴ വരുമ്പോഴേക്ക് 3 നട്ടിട്ടായി. ഇനിയൊരു വാഴക്കൊല കൊത്തേനുണ്ട്. അതും കൊത്തിയാൽ ഇന്നത്തെ പണിയായി. മഴയെല്ലാം വരുമ്പോഴേക്ക് ഞാനൊരു കൊല കൊത്തട്ട്. ഈ കുത്താങ്കോല് കൊടുത്തിട്ട് അത്രേ ആയിരുന്നു. അപ്പോഴേക്ക് ഇത് പാങ്ങിൽ മൂത്തു. അതുകൊണ്ട് ഇനി വേറെ ഒന്നിന് കുത്തണം നാളെ. ഇന്നിപ്പോ മഴ ഇരുന്നിട്ട് സമയമില്ല. ഇടിയെല്ലാം നല്ലോണം മുട്ടുന്നുണ്ട്. അപ്പോഴേക്ക് ഞാനൊക്കെ വായ കൊത്തറിഞ്ഞിട്ടില്ലത്. ചെറിയത് കൊല. ഇതിന്റെ കൈയെല്ലാം കൊത്തട്ട് കൊല കൊത്തുന്നേ. കായ് പൊട്ടിയിട്ടൊന്നുമില്ല. നല്ല പാങ്ങ മൂത്തിന്. പൊട്ടാനാകുമ്പോൾക്ക് കൊത്തിയിട്ടായി. ഇനി 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പൊക്കും. വൈകിട്ടാകുമ്പോ പാചകമൊന്നും ചെയ്യാൻ സമയമില്ല. അങ്ങനെ വളപ്പിലെ വിശേഷമെല്ലാം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.